എന്ത് വിവരം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണല്ലേ. നിർമ്മിത ബുദ്ധിയിൽ കെല്ലി ഒരുങ്ങുന്നു. കെൽട്രോൺ ആണ് കെല്ലി എന്ന ചാറ്റ് ബോട്ടിന്റെ സൃഷ്ടാവ്. കെല്ലിക്ക് വിവരം കൊടുത്തിട്ടുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും മറുപടി ഉടൻ തന്നെ കിട്ടും. കൊച്ചിയിലെ നിർമ്മിത ബുദ്ധി കോൺക്ലേവിലാണ് സാങ്കേതിക വിദ്യകളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി കെൽട്രോൺ വികസിപ്പിച്ചിരിക്കുന്ന ചാറ്റ് ബോട്ട് അസിസ്റ്റന്റാണ് കെല്ലി. കെല്ലിയിലേക്ക് ഫീഡ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ നിന്ന് എന്ത് വിവരങ്ങൾ ചോദിച്ചാലും ഉടനടി ഉത്തരം കിട്ടും. കെല്ലി, how much amount allocated for General Education Department in last budget? An amount of 27.50 crore rupees is sanctioned for General Education Department. How much amount is allocated for Fire and Rescue Department in last budget? The budget for fire and rescue services in Kerala is 10 crore rupees. വിവരങ്ങൾ ചോരില്ലെന്നതാണ് കെല്ലിയുടെ പ്രധാന സവിശേഷതയായി കെൽട്രോൺ ചൂണ്ടിക്കാട്ടുന്നത്. നിർമ്മിത ബുദ്ധിയിലധിഷ്ഠിതമായ ഈ ചാറ്റ് അസിസ്റ്റന്റ് ടൂളും ഇതുപോലുള്ള മറ്റ് AI അധിഷ്ഠിത കണ്ടുപിടുത്തങ്ങളുമാണ് കൊച്ചിയിൽ നടക്കുന്ന നിർമ്മിത ബുദ്ധി കോൺക്ലേവിലെ എക്സ്പോയിലുള്ളത്. നമ്മൾ എന്ത് ഡോക്യുമെന്റ് കൊടുക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കെല്ലി നമുക്ക് ഉത്തരം തരുന്നത്. മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മളൊരു ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാക്സിമം എല്ലാ ക്വസ്റ്റിനും ആൻസേഴ്സ് അത് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എഡിഷൻ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ എഡിറ്റ് ദാറ്റ് ഡീറ്റെയിൽസ്. എന്നിട്ട് വീണ്ടും ചാറ്റ് ബോട്ടിനെ റീട്രെയിൻ ചെയ്യാം. ചികിത്സാ ചരിത്രമടക്കം വ്യക്തമാക്കി ഡോക്ടർമാരെ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ ബുദ്ധിയും സ്റ്റാളിലുണ്ട്. ക്ലിനിക്കൽ പ്രാക്ടീസിൽ എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഈ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എറർ റേറ്റ് കുറയ്ക്കാൻ പറ്റും. മേ ബി എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻസ്, അത് ഹെറിഡിറ്ററി ആയിരിക്കാം, ആ ഇൻഡിക്കേഷൻസ് എല്ലാം ഇതിൽ അണ്ടർ ചെയ്യുന്നത്. ഹിസ്റ്ററി, മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ പേഷ്യൻ്റെ ഹിസ്റ്ററീസ് ഉണ്ട്. ആ ഹിസ്റ്ററീസ് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ആണെങ്കിൽ അതുണ്ട്, അതോടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കേണ്ടാവും. കളിയിലെ നീക്കങ്ങൾ, മുൻകാല ചരിത്രം, പന്തുപോയ വഴികൾ എല്ലാം നിർമ്മിത ബുദ്ധിക്ക് മുന്നിൽ വളരെ പെട്ടെന്ന് തെളിയും. അങ്ങനെ നിർമ്മിത ബുദ്ധി നാളുകളിൽ എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു എന്നതിൻ്റെ കാഴ്ചകളാണ് AI കോൺക്ലേവിലെ ഓരോ സ്റ്റാളുകളിലും ഉള്ളത്. സുജോയ് എഡ്വേർഡിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. പ്രദീപ് ജോസഫ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. പ്രദീപ്, അങ്ങനെ ഓരോ ഐഡിയകൾ, ഓരോ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു കോൺക്ലേവ് ആണ്. ആകെ ഒന്ന് ചുറ്റിക്കറങ്ങിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ഈ കെല്ലിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എന്ത് തോന്നി? അതെ, 2 ദിവസത്തെ കോൺക്ലേവ് സമാപിച്ചു. പക്ഷേ ഈ കോൺക്ലേവിൽ കണ്ടത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ചില ആശയങ്ങൾ കൂടിയാണ്. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമയിലെ വിദേശത്തുനിന്ന് മകൻ അച്ഛന് അയച്ചു കൊടുക്കുന്ന ആ ഒരു റോബോട്ട്, പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണം, അതൊരു ആത്മബന്ധം, അതൊക്കെ നമ്മൾ കണ്ട് ഇതൊക്കെ ശരിയാണോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വലിയ മാറ്റമൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു AI ടൂൾ എന്ന് പറയുന്നത് പ്രായമായ മാതാപിതാക്കൾ മാത്രമാണ് ഇപ്പോൾ പല വീടുകളിലുള്ളത് നമുക്കറിയാം. അപ്പം ഈ മാതാപിതാക്കൾക്ക് സംസാരിച്ചിരിക്കാൻ, അതുപോലെ മരുന്ന് കഴിച്ചോ എന്ന് കൃത്യസമയത്ത് ഓർമ്മിപ്പിക്കാൻ, വെള്ളം കുടിച്ചോ എന്ന് ഓർമ്മിപ്പിക്കാൻ, അതിനൊക്കെയുള്ള ഒരു നിർമ്മിത ബുദ്ധി സംബന്ധിച്ചുള്ള ആപ്പാണ് ചില കോളേജ് വിദ്യാർത്ഥികൾ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് ഇപ്പം കളിക്കാരെ തേടുന്നതെന്ന് പറയുന്നത് ഓരോ കളിക്കളങ്ങളും കയറി ഇറങ്ങി നടന്നാണ്. അതൊക്കെ മാറ്റി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കളിക്കാരെ തേടാനാണ് സെവിയറ ക്ലബിൻ്റെ ചീഫ് ഡേറ്റ അനലിസ്റ്റ് വന്നിരുന്നത്. അതായത് ഈ ഡേറ്റ, ആവശ്യമായ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ ലോകത്തുള്ള ലക്ഷക്കണക്കായ കളിക്കാരുടെ വിവരങ്ങൾ കിട്ടും. അവരുടെ വേഗത, അവർ അടിച്ചിട്ടുള്ള ഗോളുകൾ, അവർ വരുത്തിയിട്ടുള്ള പിഴവുകൾ, ഇതെല്ലാം കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അവർക്ക് ഏറ്റവും നല്ല കളിക്കാരെ തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്പ് എന്ന് പറയുന്നത് ഡോക്ടർമാർ എന്ത് മരുന്ന് കുറിക്കണം, അല്ലെങ്കിൽ ഒരു രോഗിയുടെ പൂർവ്വകാല ചരിത്രം, ഇതെല്ലാം വ്യക്തമാക്കുന്ന AI ടൂളുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ ടെന്നീസോ അല്ലെങ്കിൽ വോളിബോളോ ഒക്കെ നടക്കുമ്പോൾ ഓരോ നിമിഷത്തെയും അപ്ഡേഷൻസ് നൽകുന്നു. അങ്ങനെ ശരിക്കും നമുക്ക് ഒരു സിനിമയിൽ അല്ലെങ്കിൽ സങ്കല്പത്തിൽ മാത്രമുള്ള ചില AI ടൂളുകളുമായിട്ടാണ് ഈ AI കോൺക്ലേവിൽ ആളുകൾ വന്നത്. അവരിൽ മലയാളികളുടേതായ പല ആപ്പുകളും ഉണ്ടായിരുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുടെ ആപ്പുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ, അല്ലെങ്കിൽ ടൂളുകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന് പലപ്പോഴും നമ്മൾ സംശയിച്ചിരുന്ന. ശരിയാണ് പ്രദീപ്. അപ്പോഴും ഇങ്ങനെ ഓരോ ഐഡിയകളും ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളും കാണുമ്പോൾ നമുക്കൊരു ആകാംക്ഷയൊക്കെ ഉണ്ടല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ലോകത്തിപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനം കൂടിയാണ്. ശരി പ്രദീപ്.